Yeah. ലിറ്റിൽ ഹാർട്സ് എന്ന് പറയുന്ന സിനിമയിൽ ഒരുപാട് ഫണ്ണും ഫാമിലി എൻ്റർടൈൻമെൻറ്റ് കോമഡി എല്ലാം ഒരു കോക്ടെയിൽ മൂവിയാണ് ലിറ്റിൽ ഹാർട്സ്. അപ്പോൾ നമ്മുടെ മുഴുവൻ വന്നിട്ടുണ്ട്. ഞങ്ങൾ സംസാരിച്ച് നീട്ടുന്നില്ല, എല്ലാവരെയും സ്റ്റേജിലേക്ക് വിളിക്കാൻ പോവാണ്. നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ആൻഡ് ജോസ് പെരേര എന്നായിരുന്നു. അപ്പോൾ നമ്മുടെ ലിറ്റിൽ ഹാർട്സ് എന്ന് പറഞ്ഞ സിനിമയുടെ ആദ്യത്തെ ടീസർ ഇവിടെ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഓൾറെഡി ഓൺലൈനിലെല്ലാം വന്നു കഴിഞ്ഞു. ഷെയ്നും മഹിമയാണ് പ്രധാന കഥാപാത്രങ്ങളെ ചെയ്യുന്നത്. ബാബുരാജനും ഷൈനും എല്ലാവരുടെയും ചെയ്യുന്നു. സോ എല്ലാവരുടെയും സപ്പോർട്ടിൻ്റെ ഷെയ്ൻ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഒന്നും പറയാനില്ല. എന്തായാലും ഇത്രയും പേര് നിങ്ങളെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഡയറക്ടർ കൈലാസ് ചേട്ടൻ എവിടെയുണ്ട്? ആയിട്ട് വിഷ്വൽ ഡയറക്ടർ കൈലാസ് ചേട്ടൻ. ഹായ്, ഒരുപാട് സന്തോഷം. നല്ലൊരു മൂവിയുടെ ഭാഗമായി കഴിഞ്ഞാൽ സാൻഡ്രയുടെ കൂടെ വിൽസന്റെ കൂടെ 3-4 മൂവീസ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. ആൻഡോ ആൻഡ് ഡേബി എൻ്റെ കൂടെ മെമ്പർ മിഷനിൽ ഞങ്ങളുടെ മ്യൂസിക് ചെയ്തത്. ഇതിൽ ഈ മൂവിക്കും ഒരുപാട് മ്യൂസിക് നല്ല പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ ഒരു കംപ്ലീറ്റ് എൻ്റർടൈനറാണ് ഈ മൂവി. ശരിക്കും പറഞ്ഞപ്പോൾ ചെയ്തു വന്നപ്പോൾ 8-10 പാട്ടൊക്കെ ഉള്ളൊരു മൂവിയായി മാറി പോകും. അപ്പോൾ എല്ലാവർക്കും പാട്ടുകളും സിനിമയും ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ശരി. അപ്പോൾ താങ്ക്സ് ലോട്ട്, താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും. പടം ഒരു വലിയൊരു സക്സസ് ആയി മാറണം. ഓൾസോ എൻ്റെ കൂടെ ഇന്ന് നമ്മുടെ ക്രൂവിൽ പാട്ടിൽ വർക്ക് ചെയ്തിട്ടുള്ള 2 പേര് വന്നിട്ടുണ്ട്. അതിൽ ഒരാൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ടാക്സി. കൊത്തുകേശകൻ്റെ അടുത്ത പടമാണ് അത്. നമുക്കെല്ലാവർക്കും വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരൊക്കെ അഭിനയിച്ച അതിൻ്റെ പ്രൊഡക്ഷൻ ഒക്കെ കൈവരിച്ച സിനിമയിൽ കൈലാസേട്ടൻ്റെ ഒരു പാട്ടിനെ വിളിച്ചതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു. അപ്പോൾ അതിൽ കൂടെ പാടേണ്ട ഞാൻ എന്തായാലും മൈക്ക് ഹാൻഡ് ഓഫ് ചെയ്യാൻ അടുത്താണ്. താങ്ക് യു സോ മച്ച്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ സാധിച്ചതിൽ. ലിറ്റിൽ ഹാർട്സിൻ്റെ ഒരു ചെറിയൊരു ഭാഗമായി കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഒരു ഈ ഓപ്പർച്യൂണിറ്റി തന്നതിന് കൈലാസേട്ടാ, ചന്ദ്ര ചേച്ചി, അനുചേട്ടാ, ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഇത് ആക്ച്വലി കൈലാസേട്ടൻ്റെ വേണ്ടി പാടുന്ന 2ാമത്തെ പാട്ടാണ്. എപ്പോഴും മനസ്സിൽ വയ്ക്കുന്ന ഒരുപാട് താങ്ക് യു സോ മച്ച്. യെസ്, താങ്ക് യു. എന്താണ് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല? നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താലോ? നമസ്കാരം. ഇത് തുടങ്ങിയിട്ട്, ഈ ലൂല് തുടങ്ങിയിട്ട് ഒരു 12 വർഷമായി എനിക്ക് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പരിപാടി ഇവിടെ വരുന്നത്. വരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം മലയാള സിനിമയിൽ ഞാൻ 30 വർഷമായി. മലയാള സിനിമയിൽ എൻ്റെ ആദ്യത്തെ പ്രായപൂർത്തിയായ മകൻ, അങ്ങനെ ഒരു മകനുമായിട്ടൊരു സിനിമ ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഇതിനു മുമ്പ് മറ്റൊരു മകൻ ജോജി, ഒരു മകനായിരുന്നു, പക്ഷെ അവൻ പ്രായപൂർത്തിയായിട്ടുണ്ടായില്ല. അപ്പോൾ പ്രായപൂർത്തിയായ ഈ മകൻ്റെ പ്രശ്നങ്ങളും എൻ്റെ പ്രശ്നങ്ങളും മറ്റു കുടുംബത്തിലെ പ്രശ്നങ്ങളും, അങ്ങനെ 3 കുടുംബത്തിലെ പ്രശ്നങ്ങളാണ് വളരെ ഫണ്ണായിട്ട് ഈ സിനിമയിലൂടെ അവതരിപ്പിക്കുന്നത്. ഞങ്ങൾ 2 അപ്പനും മകനും ഒരു കുടുംബത്തിൽ ബാച്ചിലറായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഇതിൽ കൂടുതൽ ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും അതല്ലേ ആദ്യത്തെ ബാച്ചിലറായിട്ടുള്ള മകൻ എന്ന് പറഞ്ഞത്. അതിലിതുകൂടെ അർത്ഥമുണ്ട്. എന്തായാലും വളരെ സന്തോഷം ഇങ്ങനൊരു സിനിമയുടെ ഭാഗമായി കഴിഞ്ഞതിൽ.
ഇവിടെ ഇത്രയും ആളുകളെ ഒരുമിച്ച് കാണാൻ സാധിച്ചതിലും വളരെ സന്തോഷം. നല്ലൊരു സിനിമയായിരിക്കും. നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഹാസ്യത്തിനും ഫാമിലിക്കും പ്രേമത്തിനും എല്ലാത്തിനും വളരെ ഇമ്പോർട്ടൻസ് ഉള്ള മൂവിയായിരിക്കും. ഇനി ബാക്കി ഷെയ്ൻ. ക്യാരക്ടറിൻ്റെ പേരിൽ നേരത്തെ പറഞ്ഞ പോലെ സ്ഥിതി ബേബി തോട്ടത്തിൽ നിന്നാണ്. അപ്പോൾ ഈ വന്ന പാട്ടിൽ നിന്നെല്ലാം മനസ്സിലായിട്ടുണ്ടാവും ഞാനിതുവരെ ചെയ്തൊരു സ്റ്റൈലിലല്ല, ഒരു കുറച്ച് വേറെ രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, കുറച്ചുകൂടെ ഫൺ എൻ്റർടൈനർ അങ്ങനൊരു ക്യാരക്ടറിൽ പറ്റുന്ന ഒരു സിനിമയാണ്. നിങ്ങളുടെ ലിസ്റ്റ് എല്ലാവരും ചെയ്തിട്ടുണ്ട്, എല്ലാ സൈഡിൽ നിന്ന് ഇപ്പോഴും അതിന് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അടുത്ത് തന്നെ അതിൻ്റെ റിലീസ് ഡേറ്റ് എല്ലാം അനൗൺസ് ചെയ്യും. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങളുടെ ടീസർ ലോഞ്ചാണ് മെയിൻലി ഞങ്ങൾക്ക് ഇവിടെ ഉദ്ദേശിച്ചത്. 6:30 ഓൾറെഡി യൂട്യൂബിൽ വന്നിട്ടുണ്ട്. സോണി മ്യൂസിക് സൗത്ത് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലാണ് ഉള്ളത്. എല്ലാവരും കാണണം. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സപ്പോർട്ട് ഈ സിനിമയ്ക്ക് പ്രതീക്ഷിക്കുന്നു. ഉണ്ടാവില്ലേ? ഒന്നൊരു ക്ലാപ്പ് എന്ന്. താങ്ക് യു സോ മച്ച്. സിനിമയിലുള്ള ക്യാരക്ടേഴ്സ് അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ അതായത് അങ്ങനെ ഹിറ്റായിപ്പോയി. ഈ പടത്തിൽ നല്ലൊരു പേരിങ് തന്നെയായിരിക്കും. RDS ഉണ്ടായിരുന്ന പോലെ ഞങ്ങൾ രണ്ടുപേർക്കും സെയിം ബർത്ത്ഡേ ആണ്. പക്ഷെ എനിക്കൊരു വയസ്സ് കൂടുതലാണ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഷെയ്ൻ ചേട്ടാ, താങ്ക് യു. ഷെയ്നാണ് എന്നെ ഈ പടത്തിലേക്ക് വിളിച്ചതെന്ന് തോന്നുന്നു. അപ്പോൾ ശാന്തി ചേച്ചി, ഡയറക്ടേഴ്സ്, താങ്ക് യു സോ മച്ച്. ബേസിക്കലി ഇവരെന്നെ ആദ്യം വിളിച്ചത് പോസ്റ്റർ ഡിസൈൻ ചെയ്യാനാണ്. എനിക്കൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാനാണ് വിളിച്ചത്. എനിക്കൊരു പോസ്റ്റർ ഡിസൈൻ ഏജൻസി ഉണ്ട്, എസ്തിരി കുഞ്ഞമ്മ എന്ന പേര്. നമ്മളിപ്പോൾ റീസെന്റ് ചെയ്യുന്ന ബ്രഹ്മയുഗം എന്ന് പറയുന്ന പടം നമ്മളാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്, എസ്തിരി കുഞ്ഞമ്മ. പക്ഷെ പിന്നീടാണ് എനിക്കിതിലൊരു റോള് കിട്ടുന്നതും അത് നന്നായിട്ട് ചെയ്യാൻ പറ്റി എന്ന് വിശ്വസിക്കുന്നു. ബാക്കി നിങ്ങൾ കണ്ടിട്ട് പറയുന്നത് ഞാൻ ഈ ടീച്ചറിൽ ഉണ്ടായില്ല, പക്ഷെ പടത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എഡിറ്റ് ചെയ്ത് അതെന്താവില്ല. നമുക്ക് കാണാം, തിയേറ്റർ ചെയ്യണം. താങ്ക് യു. RDXല് ഷെയ്നും മഹിമയും അവർ രണ്ട് ക്യാരക്ടേഴ്സ് അവരെങ്കിലും ഒന്നാമൊന്നും ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരില്ലേ? ഷെയ്ൻ മഹിമ പേര് ഒരാൾ കൈവിട്ടു, ഒരാളുള്ളൂ, രണ്ട് RDS. അത് ഈ സിനിമയിൽ എന്താവും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. കഴിഞ്ഞ RDXൽ ഷെയ്ൻ്റെ അമ്മയാണെങ്കിൽ ഇത്തവണ മഹിമയുടെയും ഷൈൻ്റെ അമ്മയാണ്, ഷൈൻ്റെയും മഹിമയുടെ അമ്മയാണ്. ഇവരുടെ ടീമിനെ കൂടെ വർക്ക് ചെയ്യാൻ എപ്പോഴും ഒരു വലിയ സന്തോഷമാണ്, ഭയങ്കര എനർജിയാണ്. ഇഷ്കിലും ഷെയ്ൻ്റെ അമ്മയായിരുന്നു. ശരിക്കും ഒരു ഷൈൻ്റെ വിവേകാനന്ദൻ പറഞ്ഞായിരുന്നു ഷൈൻ്റെ അമ്മയായിരുന്നു. അങ്ങനെ പല സിനിമകളിൽ അമ്മ ആകാനുള്ള ഭാഗ്യം കിട്ടുന്നുണ്ട്. സാന്ദ്രയുടെ പടത്തിൽ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. രണ്ട് ഡയറക്ടേഴ്സാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ സിനിമറ്റോഗ്രാഫർ ലൂക്ക് നമ്മുടെ കൂടെ വർക്ക് ചെയ്ത് അവർ ഇവിടെ കാണുന്നില്ല. കൈലാസിൻ്റെ പാട്ടുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം, എത്രത്തോളം ഇഷ്ടപ്പെടുന്നത്. ഞാനും സിനിമ കണ്ടിട്ടില്ല. നിങ്ങളെപ്പോലെ തന്നെ അത്രയും പ്രതീക്ഷയും സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഞങ്ങളെ ബ്ലെസ് ചെയ്യണം, ഞങ്ങളോടൊപ്പം ഉണ്ടാവണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ഗുഡ് ഈവനിങ്. ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഈ ഒരു സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ഭർത്താവായിട്ട് അഭിനയിക്കുന്ന ആൾ വന്നിട്ടില്ല, ജാഫർ ഇടുക്കിയാണ്. ആ ഒരു സങ്കടം എനിക്കുണ്ട്. പക്ഷേ എന്നാലും നല്ലൊരു കഥാപാത്രം ചെയ്ത സന്തോഷം. നല്ല ക്രൂ ആണ്, നല്ല മിടുക്കന്മാരായ രണ്ട് ഡയറക്ടേഴ്സാണ് മലയാള സിനിമയ്ക്ക് വരാൻ പോകുന്നത്. അതിൻ്റെ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരുടെ ബ്ലെസ്സിങ്ങും ഞങ്ങൾക്ക് വേണം. താങ്ക് യു സോ മച്ച്. ഹലോ. മൈക്കിൽ സംസാരിക്കാന്ന് പറഞ്ഞാൽ തന്നെ മുഴുവൻ പേടിയുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഇത്രയും നല്ലൊരു ക്രൂവിൻ്റെ കൂടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി
ഓപ്പർച്യൂണിറ്റി, നല്ലൊരു ക്യാരക്ടർ എല്ലാം ചെയ്യാൻ പറ്റിയ സാൻഡ്രയാണ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. ഞങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു പോയിന്റിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്തത് ജോജോസ് പെല്ലിശ്ശേരിയുടെ നന്മയിലെന്ത് മയക്കം, അത് മമ്മൂക്കയുടെ വൈഫായിട്ടാണ്. അപ്പം സാറിൻ്റെയും മമ്മൂക്കയൊക്കെ ഈ ഒരു പോയിന്റിൽ ആലോചിക്കുകയാണ്. ആ ഒരു ക്യാരക്ടർ കണ്ടിട്ട് തന്നെയാണ് ഇവർ ഈ പടത്തിലേക്ക് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഒത്തിരി ബ്ലെസ്സിങ് ആൻഡ് ബ്ലെസ്ഡായിട്ട് ഫീൽ ആവും ആൻഡ് ഹാപ്പി ആയിട്ട് തോന്നുന്നു. എന്തായാലും ഈ പടം നല്ല രീതിക്ക് വരണം. ഒരുപാട് എഫേർട്ട് ഉണ്ട്. ഒരുപാട് പേരുടെ എല്ലാത്തിനുള്ള പോലെ സ്ട്രെയിനും എല്ലാം കൂടെ കൂടിയിട്ടാണ് ഇത്രയും എന്താ പറയുക ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു മൂവി ഉണ്ടായിട്ടുള്ളത്. അപ്പം അതിന് നല്ലൊരു റിസൾട്ട് ഉണ്ടായി കാണുന്നത് എനിക്ക് ഒത്തിരി നല്ല ആഗ്രഹമുണ്ട്. അത്രേ ഉള്ളൂ. ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും. ഇതിനെപ്പോഴും എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കും. ഞങ്ങൾ അഭിനയിച്ച് കഴിയുമ്പോൾ ഞങ്ങളുടെ പണി കഴിഞ്ഞു. അപ്പോൾ ബാക്കി എല്ലാവർക്കും ഞാൻ വിഷ് ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. എന്തായാലും കാണുമല്ലോ ഇനിയിപ്പോൾ വരുമ്പോൾ, അപ്പം മനസ്സിലാവും എന്താ പറയുന്നതെന്ന് അറിയാം. അല്ല വെയിറ്റ് ചെയ്തിരിക്കുമല്ല. എന്ത് 2 സ്റ്റെപ്പ് റൊമാൻസിന് 2 ഒന്ന് ചെന്നാൽ ഞാൻ ട്രൈ ചെയ്തു. ഓക്കെ, എന്തായാലും നമുക്ക് സ്റ്റെപ്പൊക്കെ ലാസ്റ്റ് വരുന്നുണ്ട്. നമ്മൾ എന്തായാലും നല്ല അടിപൊളി മ്യൂസീഷ്യൻസ് ഇവിടെ ഉണ്ട്. അവരെ കൊണ്ട് എന്തായാലും നമ്മൾ പാട്ടൊക്കെ പാടിക്കും. റൊമാൻസ് കാണിക്കുന്നത് ഷൈൻചേട്ടൻ്റെ ലുക്ക് മൈക്ക് കൊടുക്കും. ഷൈൻചേട്ടൻ്റെ ക്യാരക്ടറെ പറ്റി ഒന്ന് പറയാം. അത് മാത്രം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അല്ലേ? പാർവതി എന്താ പറയണത്? പിന്നെ ഒന്നും പറയാം. അതെന്നെ ചോദിച്ചാൽ അതെന്താ സ്വകാര്യം? ഓക്കെ, ആ മൈക്ക് നമുക്കൊന്ന് പാർവതിക്ക് കൊടുക്കാം. പാർവതി, എങ്ങനെയുണ്ടായിരുന്നു മൂവി എക്സ്പീരിയൻസ് അല്ലെങ്കിൽ? രണ്ട് പാർവതിയുണ്ട്, പാർവതി ചേച്ചിയുണ്ട്. ആദ്യം തന്നെ ഹായ് എല്ലാവർക്കും. അപ്പോൾ ഹായ് ചേട്ടാ. ഓക്കെ, അപ്പോൾ ലിറ്റിൽ ഹാർട്സിൻ്റെ ഒരു ഭാഗമാകാൻ വെച്ചാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക്സ് ടു സാന്തു ചേച്ചി, വിൻസൻ ചേട്ടൻ, അതുപോലെ തന്നെ എബി ചേട്ടൻ, അനു ചേട്ടൻ, എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഷെയ്ൻ, അഭിരാജ് ചേട്ടൻ, എല്ലാവരും. ഞാനിതിൽ ടെസ്റ്റിൽ ചേച്ചിയുടെ മോളായിട്ടാണ്, ആഫ്രിക്കയുടെ മോളായിട്ടാണ് അഭിനയിക്കണേ. ആഫ്രിക്കയുടെ ടെസ്റ്റിൽ ചേച്ചിയുടെ മോളായിട്ട് എനിക്ക് നല്ലൊരു ക്യാരക്ടറാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് അപ്പോൾ ആങ്കറിൽ നിന്ന് സിനിമയിലേക്ക് കയറുമ്പോൾ ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ആദ്യം ചെയ്ത സിനിമ അയൽവാശിയായിരുന്നു. നല്ലൊരു പ്രൊഡക്ഷൻ്റെ ബാനറിലാണ് ആ ഒരു പടം ചെയ്യാൻ പറ്റിയത്. ഇതും നല്ലൊരു പ്രൊഡക്ഷൻ്റെ ബാനറിലാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ 2ാമത്തെ സിനിമയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് എല്ലാവർക്കും വേണം. 2 പടത്തിലും ഷൈൻചേട്ടൻ ഉണ്ടായിരുന്നു. ഷൈൻചേട്ടൻ എൻ്റെ ഒരു ലക്ക് ഫാക്ടർ തന്നെയാണ്. 3ാമത്തെ പടത്തിലും ഷൈൻചേട്ടൻ ഉണ്ട്. 3 പടം ഷൈൻചേട്ടൻ്റെ കൂടെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ സിനിമ റിലീസാകുമ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക് യു സോ മച്ച്. മൂവിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യം തന്നെ താങ്ക് യു സോ മച്ച് ആൻഡ്രു ചേട്ടാ, എബി ചേട്ടാ, സാൻഡു ചേച്ചി, വിൻസൻ ചേട്ടൻ, എല്ലാവർക്കും വളരെയധികം നന്ദി. പിന്നെ ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഷെയ്ൻ ചേട്ടൻ, മഹിമ ചേച്ചി, ബാബുരാജൻ, എല്ലാവർക്കും എനിക്ക് താങ്ക് യു. ഞാൻ ഇതിൽ രമ്യ ചേച്ചിയുടെ മോളായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ചെയ്യണത്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ സിനിമ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. സിനിമ കാണുക, വിജയിപ്പിക്കാൻ. ഒരു ചെറിയ വേഷം ഞാനും ചെയ്തിട്ടുണ്ട്. അത് ആദ്യം മുതൽ അവസാനം വരെ ഉണ്ട്. പക്ഷേ ചെറിയ റോളാണ്. പക്ഷെ എനിക്ക് എല്ലാവരുമായിട്ട് എനിക്ക് കോമ്പിനേഷൻ ഉണ്ട്. പക്ഷേ ഈ പ്രാർത്ഥനയായിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് ഞാൻ വെള്ളം പിടിച്ചു പോയത്. അപ്പോൾ അത്രയ്ക്ക് നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു മോളെ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരു നല്ല പടത്തിൻ്റെ കൂടെ നല്ല സിനിമയുടെ കൂടെ ഭാഗമാകാൻ സാധിച്ചതെല്ലാം ദൈവത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം ഈ പടത്തിലെ എൻ്റെ ഡയറക്ടേഴ്സ് ആൻഡ്രു ചേട്ടനും എബി ചേട്ടനും ഒക്കെ നന്ദി. പ്രൊഡ്യൂസർ വിൻസൻ ചേട്ടനും സാന്ദ്ര ചേച്ചിക്ക് നന്ദി. തോമസ് ചേട്ടനും അച്ഛനായി ഞാൻ പള്ളിയിലെ കപ്പ്യാരുമായിട്ടാണ് അഭിനയിച്ചത്.
ഒരു നല്ല ക്യാരക്ടറാണ് ചെയ്തത്. ഒരു നല്ല സിനിമയാണ്. ചെറുപ്പക്കാർക്കും പ്രായമായവർക്കും ഈ ഇടവകയിൽ ചെറിയൊരു കുഴപ്പം ഷൈൻചേട്ടനുണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല അച്ഛനും നല്ല കപ്പിയാരുമായിരുന്നു. ഷൈൻ ടോം മാത്രം ഒരു പഴച്ച ചെറുക്കനായിട്ട് ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ഇല്ല. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. അതുപോലെ തന്നെ പ്രത്യേകിച്ച് നന്ദി പറയാനുള്ള ഒരാൾ, എന്നെ സംബന്ധിച്ച് വ്യക്തമായി നന്ദി പറയാനുള്ളത് ഈ പടത്തിൻ്റെ കാര്യത്തിൽ എന്നെ ഒത്തിരി സഹായിച്ച ഈ പടത്തിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ഡേവിഷൻ CJ-യോടുള്ള നന്ദി പ്രത്യേകം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പടം ഒരു വൻ വിജയമാക്കുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പടത്തിൽ ചാർജ് കിട്ടാൻ വേണ്ടിയാണ് സോപ്പ് ഒരിക്കലുമല്ല. ഒരൊറ്റ കാര്യമായിരുന്നു എന്താണ് വരാതെ പോയത് രഞ്ജി പണിക്കരെടുത്താണ്. അയ്യോ, അതൊന്നും പോയി ഇപ്പോഴാണ് ആലോചിച്ചത്. നേരത്തെ ആലോചിച്ചപ്പോഴാണ് പറയണത്. അപ്പോൾ ശ്രീ രഞ്ജി പണിക്കർ അദ്ദേഹത്തിനോട് ഗോദ മാസ്റ്റർ പീസിന് ശേഷം അപ്പോഴും ഞാൻ ഉണ്ടായിരുന്നു. അയ്യോ, ഗോദയിലുണ്ട്. എന്നെ പറഞ്ഞിട്ട് പോകണ്ടില്ലേ? എന്താണ് അവിടെ? അപ്പോൾ നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.